വയനാട് വാകേരിയിൽ റെയിൽ ഫെൻസിംഗ് മറികടന്ന് കാട്ടാന. തേൻകുഴി ഭാഗത്താണ് സംഭവം. ഇതിലൂടെ ആന ഇറങ്ങുന്നത് പതിവാണെന്ന് നാട്ടുകാർ പറയുന്നു. വിവരങ്ങളുമായി കമൽ ചേരുന്നു. കമൽ, ഗുഡ് മോർണിംഗ്. ഈ നിരന്തരമായ ആന ഇതുവഴി കടക്കാറുണ്ടോ? അപ്പോൾ ഈ റെയിൽ കൊണ്ട് പ്രത്യേകിച്ച് ഉപകാരങ്ങളൊന്നും ഇല്ലേ എന്നുള്ളതാണ്. ഇത് ഇലക്ട്രിക് ഫെൻസിംഗ് ആണോ? ഈ പഴയ റെയിൽപാളങ്ങൾ ഉപയോഗിച്ചുള്ള ഫെൻസിംഗ് ആണ്. റെയിൽപാളത്തിന്റെ ഈ മെറ്റീരിയൽസ് ഉപയോഗിച്ച് വേലി തീർക്കുന്നതാണ് ഈ റെയിൽപാള വേലി, റെയിൽ ഫെൻസിംഗ് എന്നൊക്കെ പറയുന്നത്. അത് പല മേഖലകളിലും ഫലപ്രദമാണ്. ആളുകൾ അത്തരം വേലി വേണമെന്ന പല ഭാഗത്തു നിന്നും ആവശ്യപ്പെടുന്നുണ്ട്. ഈ പഴയ റെയിൽപാളങ്ങൾ കൊണ്ടുവന്ന് അതിന്റെ കാലുകൾ കോൺക്രീറ്റിൽ ഉറപ്പിച്ച് കുറുകെ ഈ റെയിൽപാളത്തിന്റെ സാധനങ്ങൾ ഉപയോഗിച്ചുള്ള വേലിയാണ് അത്. പക്ഷെ ഈ ദൃശ്യങ്ങളിൽ നമ്മൾ കാണുന്നത് ഈ കാട്ടുകൊമ്പൻ അത്തരത്തിലുള്ള മറികടക്കുന്നതാണ്. പക്ഷെ ആ ദൃശ്യങ്ങളിൽ നിന്ന് എനിക്കൊരു സംശയമുള്ളത്, ആ ഭാഗത്ത് ഒരു പക്ഷേ മുകളിലത്തെ റെയിൽ അല്പം വളഞ്ഞിരിക്കുകയോ അല്ലെങ്കിൽ അവിടെ പൊട്ടിയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. അത് കൺഫേം ചെയ്യാൻ പറ്റുന്നില്ല. എന്തായാലും ആന വളരെ എഫർട്ടെടുത്തത് മറികടക്കുന്നുണ്ട്. ആ ഭാഗത്തു കൂടെ സ്ഥിരം മറികടക്കുന്നു എന്ന് പറയുന്നു. ഇത്തരത്തിലുള്ള എല്ലാ പ്രതിരോധങ്ങളും ആനകൾ പതുക്കെ പതുക്കെ മറികടക്കുന്ന കാഴ്ചയാണ് വയനാട്ടിലെ എല്ലാ ഭാഗത്തും കാണാനുള്ളത്. ഇപ്പോൾ ഇത്തരത്തിൽ ഉള്ള ഫെൻസിങ്ങിന് പുറമെ വലിയ വടം ഉപയോഗിച്ചുള്ള റോപ്പ് ഫെൻസിംഗ് പലയിടത്തും സ്ഥാപിക്കുന്നുണ്ട്. അതിന്റെ കാര്യം അറിയില്ല. എന്താ ഈ വൈദ്യുതിയുള്ള ഫെൻസിംഗ് തന്നെ ഉണക്ക മരമൊക്കെ ഉപയോഗിച്ച് തകർത്ത ആനകൾ കടക്കുന്ന ദൃശ്യങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ട്. എല്ലാ പ്രതിരോധങ്ങളും തകർത്ത് എങ്ങനെയെങ്കിലും കൃഷിയിടങ്ങളിൽ ഇറങ്ങി ഭക്ഷണം കണ്ടെത്തുക എന്നൊരു രീതിയാണ് കാട്ടാനകൾ പിന്തുടരുന്നത്. മോദി.